ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നെതർലാൻഡ്സിൽ ലോഡ് കയറ്റി അതിനുശേഷം കോർത്തിംഗ്ലസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സംഭവങ്ങളാണ്. കോർത്തിംഗ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, അതിലേക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നുമില്ല, ഒരു 15 പലറ്റ് എടുത്തുള്ളൂ. അതെടുത്തിട്ട് നേരെ സ്പെയിനിലെ മാഡ്രിഡിലേക്കാണ്. അപ്പം ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് വീഴ്ച, കുറച്ച് നേരത്തെ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് അത് കുറഞ്ഞിട്ട് ഇപ്പോൾ സമയം വന്നിട്ട് 2:10. ഒന്നൊരു വണ്ടി വരണ്ടായിരുന്നല്ല. Your route avoids a collision on the E19 near Antwerp. You're on the fastest route. You should reach your destination by 16:35. ആൻഡ്വർപ്പിൽ ഒരു അടി നടന്നിട്ടുണ്ടല്ലോ. അതിലേ തന്നെ പോവാം. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ടോൾ റോഡാ. അവിടെ ഒരു 20 മിനിറ്റ് അടുത്തുള്ള സമയം കിട്ടിയാൽ നമുക്ക്. എങ്ങനെ ഇരുന്നാലും ആൻഡ്വർപ്പൻ ക്രോസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കുളിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് In 300 meters, turn left onto Johan Willem Frissestraat. കുളിച്ചതിന് ശേഷം അവിടെ നിന്ന് പയ്യനെ വണ്ടി എടുത്ത് പോകാം എന്ന് കരുതുന്നു. Turn left onto Johan Willem Frissestraat. ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷെ അവിടെ എഴുതി വെച്ചാണ് ട്രക്കുകൾക്ക് അതിലെ കയറാൻ പാടില്ല എന്നത് എഴുതി വെച്ച. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ഈ വഴിക്ക് പോവാം. In 600 meters, turn left onto Rudevard. നമ്മളിവിടെ വന്നപ്പോൾ സമയം നട്ടുവെച്ചാണെങ്കിലും അത്യാവശ്യം നല്ല മഞ്ഞ് വീഴ്ച. ജനുവരി മാസം ഫെബ്രുവരി പകുതി വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഇന്ന് കാലത്ത് നമ്മളിന്ന് വെളുപ്പിന് ഏകദേശം ഒരു 5:30 ഞാൻ വണ്ടി എടുത്തതാണ്. അപ്പോൾ ബെൽജിയത്തിൽ 2 സ്ഥലത്തായിട്ടെങ്കിലും ഓർഡർ. Take the next left onto Rudevard. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇടത്തോട്ട് കാണിക്കുന്നു. ഇവിടെ വന്നിട്ട് ട്രക്കുകൾക്ക് പ്രൊവിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഓപ്പൺ ആൻഡ് ക്ലോസ് പാലമോ. In 200 meters, turn left onto Oosterlijke Randweg. ട്രക്കുകൾ ഇവിടെ നിർത്താൻ പാടില്ല. ഡ്രോണും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേ അടുത്ത സംഭവങ്ങൾ. Turn left onto Oosterlijke Randweg. Continue for 1.5 kilometers. En 2 kilómetros, gira a la izquierda en Leandre. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ. കണ്ടെയ്നറുകളൊക്കെ കണ്ടമാനം വന്ന് കിടപ്പുണ്ട്. റെയിലൊക്കെ ഇവിടെ സാധനങ്ങൾ, ഇവിടുത്തെ അടുത്ത പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെയിലൊക്കെ റെഡിയാക്കി വെച്ചാണ് അവിടെ. ഓക്കെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. 15 പലറ്റ് ആയതുകൊണ്ട് അടുത്ത് തന്നെ വേറെ पार्किंग भी हिला दो।
ഇതാ തന്നെ കുഴപ്പം. വിജിലൻസ് പാർക്കിൽ കൊണ്ടിടണമെന്ന് പറയണേ. അത് എവിടെ കൊണ്ടിടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. In 400 meters, slight left onto Durantre. അതില്ലെങ്കിൽ മാന്യമായ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചാമ്പായിരുന്നു. En el semáforo, Bueno, gira a la Slight izquierda. left onto Durantre. Continue for 800 meters. En 4 kilómetros y medio, mantente a la derecha por la A16. Take the ramp to A17. Continue for 1 kilometer. ടോൾ കൊടുത്ത് വേണ്ടി വരും ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും നേരെ പോകാം. കാലത്തിന് നല്ല മഞ്ഞായിരുന്നു. ഇപ്പം നൈസായിട്ടൊന്ന് കുറഞ്ഞേക്കണതാ. ഇന്നലെ ഇവിടെ -6 ആയിരുന്നു. -6 ഫ്രാൻസിൽ പാരീസ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ്. എങ്കിലും മഞ്ഞ് അത്യാവശ്യമുണ്ട്. In 400 meters, merge onto A17, A59. Continue on A17 for 3 kilometers. In 3 kilometers, at the interchange Napunt Klaverpolder, use the right lane to follow signs for E19, A16 toward S. Hertogenbosch, Breda. En 2 kilómetros y medio, mantente a la derecha por la A16. ആൻഡ്വർപ്പൻ്റെ അവിടെ ആക്സിഡൻറ്റ് നടന്നുണ്ട്. ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടന്നുണ്ട്. ഇതിലെ പോണ വഴിക്ക് കഴിഞ്ഞ് പെയ്ഡ് പാർക്കിംഗ് നോക്കേണ്ട സംഭവം ആലോചിക്കുമ്പോൾ മാത്രമുള്ളൊരു പ്രശ്നം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. DSVയുടെ പുതിയ പ്ലാറ്റ്ഫോമാണത്. ഇന്ന് കാലത്ത് നമുക്കവിടെ ലോഡ് ഇറക്കാണ്ടായിരുന്നു. 1 പലറ്റ് ഒരടിച്ചെടുത്ത് വരണമെന്ന് തോന്നണം. കയറി വരണമെന്നായാലും നമുക്കിവിടെ നിന്ന് ഭേദ കയറിയിട്ട് അവിടെ നിന്ന് ആൻഡ്വർപ്പൻ. Sitúate a la derecha. In 600 meters, at the interchange Napunt Klaverpolder, use the right lane to follow signs for E19, A16 toward S. Hertogenbosch, Breda.
At the interchange Nepunt Klaverpolder, use the right lane to follow signs for E19 toward S. Hertogenbosch. Continue on A16 for 25 kilometers. ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ബെൽജിയത്തിൽ നിന്ന് കയറി കഴിയുമ്പോൾ തൊട്ടടുത്തായിട്ടാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുള്ളൂ അതിൻ്റെ ബോർഡറിലേക്ക്. Sigue por la A16. പുതുവർഷം പിറന്ന കാരണം കൊണ്ട് തുടക്കത്തിലെ ആഴ്ച ചെയ്തുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. നല്ലൊരു ബ്ലോക്ക് ഇവിടെ ഒരെണ്ണം കാണാനുണ്ട്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തോളി മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് കിടന്ന് ഐസായി കഴിഞ്ഞാലാണ് കുഴപ്പം. ബഡ്ഡി ഔട്ടായി കിട്ടില്ല. സ്പെയിനിൻ്റെ ബോർഡറിൽ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു, ഫ്രാൻസിൽ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് പാർക്കിങ്ങിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പെയ്ഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വീലാൻഡ് പാർക്കിൽ. ഇതിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, അവരും എനിക്കൊരു ലിസ്റ്റ് അയച്ചു തന്നിട്ട് ഇത് എവിടെയും കൊണ്ടിട്ടാണ്. ഈ ലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ശോകം സ്ഥലമാണ്. ചിലയിടത്തൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. അത് നീ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ഞാൻ എന്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ്? അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി. ഇന്ന് കാലത്ത് നമുക്ക് 2 സ്ഥലത്ത് ബെൽജിയത്തിൽ ഓർഡർ ഇറക്കാണ്ടായിരുന്നു. പിന്നെ ഒരു 4 സ്ഥലത്തായിട്ട് നെതർലാൻഡ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ 4ാമത്തെ സ്ഥലത്തിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ എടുത്തു. നമ്മളിന്ന് 4 കിലോമീറ്ററാണ് 4 മണിക്കൂറാണ് ഇന്ന് കാലത്ത് ഓടിച്ചാണ്. ഏകദേശം അതിനുള്ള സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഇറക്കണോടത്ത് ചില സ്ഥലത്ത് ലേറ്റ് ആയിരുന്നു. എങ്കിലും കാലത്ത് 5:30 തുടങ്ങിയതാ. ഇപ്പോഴേ ഉച്ചയ്ക്ക് 2:30, ഒരു 1 മണിയായപ്പോഴേക്കും ലോഡ് ഇറക്കി കഴിഞ്ഞിരുന്നു. അത്ര മണിക്കൂർ കറക്കാൻ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ വണ്ടി ഓട്ടാൻ തുടങ്ങി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ മഞ്ഞുകാലമാവണേക്കാളും മുമ്പ് ടയർ മാറ്റും. അത് കഴിഞ്ഞ് ഒരു ഏപ്രിൽ മാസം കഴിയുമ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ അവർ വീണ്ടും ടയർ മാറ്റും. വേനൽക്കാലത്തെ ടയർ എടുത്തിടും. അങ്ങനെയാണ് കമ്പനിയിലെ സംഭവങ്ങൾ. അത് ഏകദേശം എല്ലാ കമ്പനിയിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം മന്ദം നീങ്ങി പെയ്ഡ് പാർക്കിങ് എവിടെ കയറ്റും എന്നുള്ളത് മാത്രമുള്ളൊരു പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെ.
കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അതുവരെ എല്ലാവർക്കും ബൈ.